ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചട്നി ദോശയാണ്. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം 2-3 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചട്നിയുടെ അളവനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കായവും മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു കടുക് ഇട്ട് ഉഴുന്നിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി അതിനകത്തേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മളിനി ദോശ ചൂടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറോ എണ്ണയോ തൂകിയിട്ട് അതിനുശേഷം നല്ലപോലെ മാവ് ഒഴിച്ച് നമുക്ക് വേണ്ട വലിപ്പത്തിൽ ദോശ ചുട്ടെടുക്കാം. അത് ഒരു സൈഡ് മാത്രം, നമ്മൾ സാധാ ദോശ ചുടുന്നത് പോലെ 2 സൈഡും മുരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു സൈഡ് മാത്രം മതി. അതുകൊണ്ട് നല്ല തിന്നായിട്ട് വേണം കേട്ടോ ദോശ ചുട്ടെടുക്കുക. അതിനുശേഷം കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ തൂകാം. നെയ്യ് ആയാലും തൂകിയാൽ മതി. ഇനി നെയ്യും ബട്ടറും ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മതി. അതിനുശേഷം നമ്മൾ ചട്നി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. നമുക്ക് 2-3 ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്ത് നല്ല രീതിക്ക് വെന്ത് ഈ ഒരു പരുവത്തിലെത്തും. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട ചട്നി ദോശ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എത്ര ദോശ ഇഷ്ടമല്ലാത്തവർക്കും ഇങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടും. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.